ഇവിടുന്നോ കയറി വരുന്നുണ്ട് പോലും. ഹജ്ജോ ഉംറയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇറാദത്തുണ്ട് എങ്കിൽ സ്റ്റേഷൻ കണ്ടാൽ കടന്നു പോകാൻ പറ്റില്ല. ഇഹ്റാം കെട്ടാണ്ട് ഇവിടുന്ന് കടന്നു പോയില്ലെങ്കിൽ ഫൈനാകും. ഉദാഹരണം മദീനയിലാണ് ഉള്ളത്. കടന്നു പോകുമ്പോൾ ദുൽഹുലൈഫ റോഡ് സൈഡത്ത് കിട്ടും, സ്റ്റോപ്പ് ഹിയർ, ഇഹ്റാം കെട്ടിക്കൊള്ളണം. അല്ലെങ്കിൽ ഇഹ്റാം കെട്ടാൻ വേണ്ടി സമയത്ത് ഇവിടെ തന്നെ വരും, അല്ലെങ്കിൽ ഇതിന് തുല്യമായ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകും എന്ന് നേർച്ചയാക്കിയിട്ട് പോയിക്കൊള്ളണം. ഒന്നും മുണ്ടാണ്ട് പോയില്ലെങ്കിൽ കുറ്റം കയറും, മടങ്ങി വന്നാലും കുറ്റത്തിൽ നിന്ന് ഒഴിവാവില്ല. ഇവിടെ നിന്ന് ശരിയായ തീരുമാനം പറയണം. തീർച്ചയായും ഇഹ്റാം കെട്ടാൻ ഒരുങ്ങുന്ന സമയത്ത് ഇവിടത്തേക്ക് തന്നെ വരും, അല്ലെങ്കിൽ ഇതേ ദൂരത്ത് വേറെ എവിടെയെങ്കിലും പോകും എന്ന് പാസ്സാക്കിയിട്ട് പോയിക്കോ. പാസ്സാക്കിയിട്ട് പോയാലും പോലെ ഇവിടെ തന്നെ വന്ന് കെട്ടിയും വേണം. പിന്നെ എവിടുന്നെങ്കിലും കെട്ടിയാൽ പോരാ, അത് പാലിക്കുകയും വേണം. പറഞ്ഞു മനസ്സിലായാ? വൈംബലഹു മുരീദൻ ലിന്നുസ്കി, വൈംബലഹ അവനെത്തിയാൽ, എവിടെ അവിടെ എത്തിന്ന് തന്നെ, വിട്ടുകിടന്നാൽ എന്നല്ല, നേരത്തെ പറഞ്ഞ പോലത്തെ അല്ല. അവൻ എത്തിപ്പെട്ടു. എവിടെ? മീഖാത്തിലേക്ക് എത്തിപ്പെട്ടു. മുരീദൻ ലിന്നുസ്കി, മുരീദൻ ലിന്നുസുകി, ഹജ്ജ് ഉംറ ഉദ്ദേശിച്ചവനായിട്ട്. എപ്പോന്നില്ല, തീർച്ചയായും ഹജ്ജ് ചെയ്യണം എന്ന് തന്നെയാണ് തീരുമാനം. അല്ലാണ്ട് അവിടെ എത്തിയിട്ട് ആശ വന്നല്ല, ഒരു ഉംറ ചെയ്താൽ എന്തേ, ഒരു ഹജ്ജ് ചെയ്താൽ എന്തേ, ഇടം വരെ എത്തിയില്ലേ, അവിടുന്ന് തീരുമാനിക്കുമ്പോൾ മീഖാത്ത് മാറും. ഇവിടുന്ന് ഹജ്ജ് ചെയ്യണം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെപ്പോഴൊന്നുമില്ല, അടുത്ത ഭാവിയിലായാലും ശരി. മസലൻ അടുത്ത കൊല്ലത്തെ ഹജ്ജായാലും ശരി. ഇബ്നു എങ്ങനെ വാദിക്കുന്നു? ഇവിടുന്ന് ആശ വെച്ചിട്ട് പോകുമ്പം മീഖാത്തിനെ കൈവാക്കിയിട്ട് വെക്കാം. മീഖാത്ത് നിങ്ങളെ ലേനത്ത് ചെയ്യും, വിടൂല എന്നാ പറയും. അതേസമയത്ത് മറ്റുള്ള ആൾ പറയുന്നുണ്ട് അടുത്ത കൊല്ലത്തെ ഹജ്ജാണെങ്കിൽ തീരുമാനിക്കാത്ത പോലെ തന്നെ ആയി പോലും, അടുത്ത കൊല്ലം വേറെ നോക്കിക്കോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെടുത്ത്. അങ്ങനെ നമ്മൾ ഈ വാർത്ത വായിച്ചല്ല അത്. എത്രത്തോളം വൈകാമത്തും തൊഴിലെത്തും വരതിൻ കവല മക്ക, വേറെ എവിടെയെങ്കിലും തങ്ങി നിൽക്കാൻ തീരുമാനമുണ്ട്. അടയിൽ നിന്നിട്ട് 6 മാസം 8 മാസം കഴിഞ്ഞാലേ മക്കയിലേക്ക് എത്തുള്ളൂ. ഇടയിൽ നിന്ന് ലാൻഡിങ് ഉണ്ട് പോലും. എന്നാലും ശരി, ലം തജൂസ് മുജാവസതുഹു, അവൻ കടന്നു പോക്ക് ജായിസല്ല. ഇലാ ജിഹത്തിൽ ഹറമി, ഹറമിന്റെ ഭാഗത്തിലേക്ക് കടന്നു പോക്ക് ശരിയല്ല. ഏത് രൂപത്തിൽ? ഗൈറനാവിൻ അല്ലാഹുദൈലൈഹി, ഗൈറനാവിൻ അല്ലാഹുദൈലൈഹി. അതാ ഇലാ ജിഹത്തിൽ ഹറമി കണ്ട ഗൈറനാവിൻ. പിന്നീട് അത് രണ്ടിൻ്റെയും മെഹ്തറസ് വരാനുണ്ട് എന്നാണ്. ഷെർവാനി നോക്ക്, അവസാനത്തെ വരി അന്നേരം തന്നെ എടുക്കറ പറയുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും മെഹ്തറസ് 45-ാം പേജിലുണ്ട്. 45-ാം പേജിൽ ഇത് രണ്ടിൻ്റെയും ഡിമാൻഡ് പറയുന്നുണ്ട്. ഇലാജിഹത്തിൽ ഹറമി എന്നാണ് നമ്മൾ പറഞ്ഞത്. വലത്തോട്ടോ ഇടത്തോട്ടോ ഓടിയെന്ന് നമുക്ക് മുടക്കൊന്നുമില്ല, ഇതിലൂടെ കടന്നു പോകാൻ പറ്റൂല. ഇലാജിയത്തിൽ ഹറമി, ഹറമിന്റെ അതേ ഡയറക്ഷൻ. മീഖാത്ത് കഴിഞ്ഞിട്ട് അപ്പുറമാണ് ഹറമ് കിട്ടുന്നത്, അതേ ഡയറക്ഷന് ഓടാൻ പറ്റൂല എന്നപ്പം മെഹ്തറസുണ്ട്. പിന്നെ മറ്റേതിനുണ്ട്, രണ്ടാമത്തെ ഇതിനുണ്ട് തീരുമാനിക്കാതെ ഗൈറനാവിൻ, നാവിയായി കൊണ്ട് പോയിക്കോട്ടെ, മുടക്കയില്ല. ഷെർവാനി കണ്ടില്ലേ, രണ്ടിനും മെഹ്തറസ് ഉണ്ട് എന്നാ പറഞ്ഞത്. ഇവിടത്തേക്ക് തന്നെ വരണമെന്ന് പാസ്സാക്കണമെന്നില്ല. ഇവിടുന്ന് ശപഥം ചെയ്തോളണം. ഇവിടെ നിന്ന് മക്കയിലേക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതേ ഡിസ്റ്റൻസിൽ ഞാൻ പോയിട്ട് എന്താക്കും. വേറെ ഒന്നും അടുത്ത സ്റ്റേഷനൊന്നും കബൂലാക്കൂല. 2 മറേല എന്ന് പറഞ്ഞാൽ ഒന്നും രക്ഷപ്പെടൂല. കാരണം നിങ്ങൾ ഇവിടുന്ന് കെട്ടിയിട്ട് പോകേണ്ട ആളാണ്. ഇതേപോലെ തന്നെയാണ് ഇതേ ദൂരം കിട്ടുന്ന മറ്റു സ്റ്റേഷൻ. ഈ സ്റ്റേഷനായിട്ട് പ്രത്യേക ബഹുമാനമില്ല. ഉദാഹരണം പറഞ്ഞാൽ ദുൽഹുലൈഫയിൽ നിന്ന് മക്കയിലേക്ക് 430 കിലോമീറ്ററാണ് മീറ്ററിൽ കാണിക്കുന്നത്. എങ്കിൽ നിങ്ങൾ അതേ 430 വേറെ എവിടെയെങ്കിലും പോ, നിങ്ങൾ അവിടുന്ന് കെട്ടിയിട്ട് വാ. ഇഹ്റാം കെട്ടാണ്ട് ഇവിടെ നിന്ന്
പോകാൻ വിടൂല, പറ്റൂല. പറ്റൂ, ആർക്ക് പറ്റൂ? തീരുമാനിക്ക്. അത് ഇതിലേക്കോ ഇതേ മിസിലേക്കോ മടങ്ങുമെന്ന്. അപ്പോൾ അടുത്ത കൊല്ലം ഹജ്ജ് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം അയാൾ ഇവിടെ വരണോ? ഇക്കൊല്ലം ബില്ല് മുറിച്ച് അടുത്ത കൊല്ലം തീരുമാനിക്കുന്നത് ഏതെങ്കിലും സ്റ്റേഷനിൽ പോയാൽ പോരാ. മദീനാണ് മുഹമ്മദ് റംലി പറഞ്ഞത്. അടുത്ത കൊല്ലത്തെ ഹജ്ജ് ഇപ്പം ബില്ലാവില്ല, ഈ കൊല്ലത്തതേ ബില്ലുള്ളൂ. ഉംറക്ക് പിന്നെ അങ്ങനെ കണക്കേയില്ല. പിന്നെ ഏറാൻ കെട്ടുമ്പോൾ എന്തെങ്കിലും ഒരു ഏറാൻ കെട്ടിയാൽ മതിയാവോ? എന്തെങ്കിലും ഒരു ഏറാം ഹജ്ജിനോ ഉംറക്കോ ഏതെങ്കിലും ഒരു പേരിന് ഏറാൻ കെട്ടിയാൽ മതിയാ? പോരാ. നിങ്ങൾ എന്താണോ ഹൃദയത്തിൽ ആശ വച്ചത് ആ രൂപത്തിൽ തന്നെ കെട്ടിയും പോകണം. ഹജ്ജ് മാത്രമാണെങ്കിൽ ഹജ്ജ്, ഉംറ മാത്രമാണെങ്കിൽ ഉംറ, രണ്ടും കൂടിയാണെങ്കിൽ രണ്ട്, അങ്ങനെ തന്നെ വേണം. പോലും വിടൂല, അല്ലെ ഫൈനാവും. പറ്റിക്കലായില്ലേ മീക്കാത്തിനെ? മീക്കാത്ത് എന്ന് പറഞ്ഞാൽ ചിരിയും കളിയും തമാശയാ. മീക്കാത്തിന്റെ വിലയില്ലേ? പറഞ്ഞ മനസ്സിലായില്ലേ? ആരാ പറഞ്ഞത്? ഐ ഭിന്നുസുക്കില്ലതീ അറാദഹു, അവൻ ഏത് രൂപത്തിലാണോ നുസുക്ക് ഉദ്ദേശിച്ചത് അതേപോലെ കെട്ടണം. അലാഹദിപതി ഹൈൻ, രണ്ടഭിപ്രായത്തിൽ നിന്നൊരഭിപ്രായം. അതാണ് ബലപ്പെട്ടത്. എവിടെയുള്ള രണ്ടഭിപ്രായം? ഫിൽമജ്മുഇ ശറഉൽ മുഹദ്ദബി. അവരുടെ വിഷയത്തിൽ ഫീമൻ അഹ്റമ ബി ഉംറത്തിൻ മിനൽ മീഖാത്തി, മീഖാത്തിൽ നിന്ന് ഉംറക്ക് ഇഹ്റാം കെട്ടി, എന്നിട്ടോ സുമ്മ ബഅദ മുജാവസതിഹി അദ്ഖല അലൈഹാ ഹജ്ജൻ, കുറച്ച് കഴിഞ്ഞേരോ വെറും ഉംറ എന്തിന്? ഇതിന്റെ കൂടെ ഏതും ഇരിക്കട്ടെ. എന്നിട്ട് കുറച്ചപ്പുറത്തുനിന്ന് എന്താക്കി? 4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വെയ്യത്തിരിക്കി കയറ്റി പോലും. അവന്റെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഇവൻ മീക്കാത്ത് കണ്ടുമുട്ടുമ്പം ഏത് ഉദ്ദേശക്കാരനാണ്? കാലിയായ ഉംറക്കാരനാണോ എങ്കിലും ഇത് മതി. പിന്നീടല്ലേ ഹജ്ജിന്റെ തീരുമാനം വന്നത്. ആ മജ്മുഇൽ തന്നെ പറയുന്നുണ്ട്, ആദ്യം തന്നെ ഹജ്ജിനും കൂടി അവൻ ഇറാദത്ത് വെച്ചവനാണ്, എന്നിട്ട് വെറും ഉംറക്കാണ് കെട്ടിയത്. കുറെ അങ്ങോട്ടെത്തുമ്പോ അന്ന് എന്താക്കിയത്? ഹജ്ജിന് കെട്ടിയത്. എന്നാ മതിയാവൂല, ഫൈനാകും. അപ്പൊ മജ്മുഅ നോക്കിയിട്ടാ ഈ വിധി പറഞ്ഞത്. കെട്ടുമ്പോ കെട്ടണം, എന്തെങ്കിലും ഒരു തമാശക്ക് ഏറാൻ കെട്ടിയാൽ മതി എന്ന് കൗലുണ്ട്. ആ കൗല് പിടിക്കാനെങ്കിൽ സിമ്പിളായി. മീഖാത്തിനെ കായ്വാക്കിയിട്ടില്ല പോലും, എന്തെങ്കിലും ഒരു ഉദ്ഘാടനം ചെയ്തല്ലോ എന്ന്. അത് പോരാന്ന് ഇബ്നു ഹജർ ഹൈതമി പറയും. എങ്ങനെ തന്നെ വേണം? എങ്ങനെ തന്നെ വേണം? ഇറാദത്ത് പോലെ. അപ്പൊ എങ്ങനെ ഇറാദത്തിന്റെ കണക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താ വേണ്ടി? മജ്മുഅ നോക്കിയിട്ടാ പറഞ്ഞത്. ഉംറ കയറാൻ കെട്ടി മീഖാത്തിൽ നിന്ന്, കുറച്ച് അങ്ങോട്ടെത്തുമ്പോ അതിന്റെ കൂടെ ഹജ്ജും കൂടെ തിരികെ കയറ്റി, രണ്ടുമായി. മതിയാവോ ഇല്ലേ? മതിയാവോ എന്ന് പറയണ്ടെങ്കിൽ അവന്റെ ഇറാദത്ത് ചെക്കപ്പ് ചെയ്യണമെന്നാ പറഞ്ഞത്. മജ്മുഅയിലുണ്ട്, ശറഉൽ മുഹദ്ദബിലതാ നവീമാം. നീ മീഖാത്ത് കാണുന്ന നേരത്ത് ഹജ്ജും കൂടി വേണമെന്ന് നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നോ? ഉണ്ട്. എങ്കിൽ പിന്നെ ഇപ്പം തിരികിട്ട് എന്ത് കാര്യം? നീ ഭാവിയാണ്, നീ വേണ്ടതുപോലെ ചെയ്തിട്ടില്ല. അപ്പം അലൽ വജിയില്ലത് അറാദഹു ഉണ്ട്. അതേ സമയത്ത് മീഖാത്ത് കണ്ട ഉടനെ വെറും ഉംറയാണ് ലക്ഷ്യം വെച്ചത്. വയ്യ അവൻ ആഗ്രഹിക്കുന്ന ഒരു ഹജ്ജും കൂടി ഇതിൽ നടക്കൂലേ എന്നാ അത് മതി പോലും. അപ്പൊ ഇറാദത്ത് അലൽ വജിയില്ലത് അറാദഹു വന്നില്ലേ? മജ്മുഇന്റെ തഅലീലിന്റെ തട്ടം. ലിക്കുല്ലി മിൻഹുമ, എന്തിനുള്ള തഅലീലി? ലിക്കുല്ലി മിൻഹുമ, ഇവയിൽ നിന്ന് ഓരോന്നിനും ഓരോ വജീനും ഓരോ തഅലീലി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കെട്ടിയാ മതി, ഇപ്പം ഹജ്ജ് കെട്ടിയല്ലോ, ഒന്നും ചെയ്യണ്ട. മറ്റടുത്ത് പറഞ്ഞ് പരിഹാരം വേണ്ടതുണ്ട്, അവൻ ലംഘിച്ചവനായി. വഖളിയത്തു തഅലീലിഹി മുബ്തദ. ഹി എന്ന് പറഞ്ഞത് മജ്മുഇലേക്ക്, മജ്മുഇന്റെ തഅലീലിന്റെ തട്ടം. എന്തിനുള്ള തഅലീലി? കുല്ലി മിൻഹുമ, വജീൽ നിന്ന് ഓരോന്നിനും തഅലീലി പറഞ്ഞതിന്റെ തട്ടം. തഫ്സീലും ഫീ ദാലിക, ഈ പറഞ്ഞതിൽ തഫ്സീലുണ്ട്. അന്ന ഫീ ദാലിക തഫ്സീലൻ, അത് ഖബർ. എന്തുണ്ട്? ശേഷം കണ്ടു കഴിഞ്ഞാൽ വിട്ടുകിടക്കുന്നതിൽ എന്തുണ്ട്? തഫ്സീലും ഫീ ദാലിക. എന്തുണ്ട്? അതെ, മജ്മുഅ ഓരോ വജീനിക്കും അതിൻ്റെതായ തഅലീലി പറഞ്ഞല്ലോ. അതിൽ നിന്ന് എന്താ കിട്ടുന്നു? ഖളിയത്തു തഅലീലിഹി എന്ന മുബ്തദാന്റെ ഖബറാണ് തഫ്സീലുൻ.
ഈ പറഞ്ഞതിൽ എന്തുണ്ട്? അപ്പൊ നീട്ടി പറയാറുണ്ട് പോലും. ജറാ അലൈഹി സുബ്കിയു വൽ അദ്റയ്യു. ആ തഫ്സീലിന്റെ മേലെയാണ് ആര് നടന്നിരിക്കുന്നത്? അതന്നെയാണ് മുഅ്തമദ്. തഫ്സീൽ ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു പേരിന് ഏറാൻ കെട്ടിയാൽ മതി എന്ന് പറഞ്ഞവരുണ്ട്. മജ്മൂഇൽ നിന്ന് കിട്ടുന്നത് അവന്റെ ഇറാദത്ത് അനുസരിച്ച് തന്നെ എന്ത് വേണം? കെട്ടണം. ആ തഫ്സീലിന്റെ ഗ്രാൻഡ് ടോട്ടൽ മാത്രം പറഞ്ഞു, പരിപ്പ് മാത്രം പറഞ്ഞു. എന്താ വേണ്ടി? എന്താണ് പോലും നല്ലത്. അബിൽ അക്സി എന്ന് പറഞ്ഞാൽ ഇനി ആവർത്തനം വരും. വെറും ഹജ്ജ് എന്ന് വെക്കുമ്പോ അപ്പുറം വരുമ്പോ ആവർത്തനം വരും. ഉംറക്ക് പുറമെ എന്തും കൂടി അവൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ചോന്നാ ചെറുവാനി പറയുന്നത്. എന്നാൽ ഈ അടുത്ത ഇബാറത്ത് പേക്കൂല പോലും, അല്ലെങ്കിൽ അടുത്ത ഇബാറത്തിൽ എന്താവും? തളരും. അപ്പുറമുണ്ട്. അല്ലെങ്കിൽ അക്സാക്കിയും. ആ അക്സാക്കൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ വെറും കാലിയായ ഹജ്ജ് ഉദ്ദേശിക്കൽ. അപ്പൊ അങ്ങനെ ഗേറ്റ് ഇറക്കുന്ന മേടിച്ചിട്ട് ഇപ്പം തന്നെ എന്താക്കിക്കോ? എന്ന് പറഞ്ഞാല് അവന് ഹജ്ജും കൂടി ലക്ഷ്യത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്നിട്ടോ മാത്രം കിട്ടി. മറ്റേതാകുമ്പോ ലംഘിച്ചു എന്നാ വരത്ത്. ഇത് അവൻ കരുതിയതുപോലെ ആയിട്ടില്ല, കുറച്ച്. ഇതാണ് കൂടുതൽ സൂട്ടബിളായ താരീഫ്. ഹജ്ജുണ്ട് ഉംറയും ഉണ്ട്, വെറും ഉംറക്ക് മാത്രം കെട്ടി പറ്റിച്ച്. മറ്റേതാകുമ്പോ ഹജ്ജാണ് അവന്റെ തീരുമാനം, ഓൻ കെട്ടിയത് ഉംറക്ക്, അവരങ്കരോ സുമ്മ അത് കലഹു അലിഹ. ഉംറന്റെ മേലെ കുറച്ച് അപ്പുറത്തെത്തിയിട്ട് എന്താക്കി? അങ്ങനെ കയറ്റലുണ്ടല്ല. അവൻ എന്ത് നിർബന്ധമായി? ഹജ്ജിന്റെ നിയ്യത്തില്ലാണ്ട് മുജാവസത്തായില്ലേ, ശേഷം വിട്ടുകടന്ന പാപം വരും. അവന് പുതുതായിട്ടില്ല ഹജ്ജും കൂടി ചെയ്യണം എന്ന തീരുമാനം. ഇവിടുന്ന് വെറും ഉംറയാണ് തീരുമാനം, ഹജ്ജും കൂടി വേണമായിരുന്നു എന്ന തീരുമാനം പിന്നീടാണ് കയറി വന്നത്. വിട്ടുകിടക്കുമ്പോൾ വന്നിട്ടില്ല എങ്കിൽ ഫല ഒന്നും വേണ്ട. ചുമ്മാ പറഞ്ഞ തഫ്സീൽ മനസ്സിലായില്ലേ? ഇതിനോട് ഖിയാസാക്കിക്കോ, ഈ അവലിനോട്, ആദ്യം പറഞ്ഞ മസലയോട്. ഏത്? എന്താണ് അവൻ കരുതിയത്? എന്താണ്? അതാ അവിടെ ലംഘനം, കുറക്കുന്നതല്ല, തനിച്ച ലംഘനം. കുറച്ചെടുത്ത് തന്നെ ഈ പരാതി വരുമെങ്കിൽ പിന്നെ ലംഘനത്തിൽ അവല കൊണ്ടുവരൂലേ? അക്കസ് എങ്ങനെ? ഓൻ തീരുമാനിച്ചത് എന്താണ്? ഹജ്ജാണ്. എന്നിട്ട് ഇതുള്ളത് കൊണ്ടാണ് നേരത്തെ നമ്മള് ഉംറക്ക് പുറമെ ഹജ്ജ് നേരത്തെ വെച്ച് കെട്ടിയത്. ഇവയെല്ലാം തന്നെ എവിടെയാണ് ഇതെല്ലാം പരാതി പറയുന്നത്? അവൻ ഉദ്ദേശിച്ചതായ ഒന്ന് മുമ്കിനാണെങ്കിൽ മാത്രം, ചെയ്യാൻ കഴിയാത്ത അവസരമാണ് ഉള്ളതെങ്കിൽ അങ്ങനെ കെട്ടേണ്ടതില്ല. അതാ കുല്ലുഹു എന്ന് പറഞ്ഞത്. എവിടെയാണ്? അവൻ കരുതിയത് എന്താവണം? നടപ്പിലാക്കാൻ കഴിയണം. എങ്കിലാണ് അതേ രൂപത്തിൽ ഇവിടെ നിന്ന് കെട്ടണം എന്ന് പറഞ്ഞത്. ഇല്ല, നടപ്പിലാക്കാൻ സാധ്യമേ അല്ല. കെട്ടിയിട്ട് ഫലവുമില്ല. കെട്ടുമ്പോൾ കടത്തലാണാവും. അവൻ ഹജ്ജാണ് കരുതി ഉറപ്പിച്ചത് അടുത്ത കൊല്ലം. ഇപ്പൊ എങ്ങനെ കെട്ടലി? തയ്യനത്തിലും പുറത്തു. ഇപ്പം പോകുമ്പോ എന്ത് മതി? ഫിലാമിൽ കാവിലി ഷർത്തുമല്ല, അല്ലെങ്കിൽ ഹജ്ജിന്റെ സീസൺ അല്ല പോലും. ഷവ്വാൽ, ദുൽഖഅദ്, ദുൽഹജ്ജിന്റെ 10 ദിവസമല്ലേ ഹജ്ജിന് ഏറാൻ കെട്ടാൻ പറ്റുള്ളൂ. സീസൺ അല്ലാത്തത് കൊണ്ട്
എനിക്ക് കെട്ടാൻ നിർവാഹമില്ലാതായി. എന്നാൽ നിർവാഹമുള്ളത് മാത്രം ചെയ്താൽ മതി, ഉംറ കെട്ടിയാൽ മതി, പിഴയില്ല. എനിക്ക് ആ സമയത്ത് ഇംകാനില്ലാത്തതുകൊണ്ട് ഞാൻ കെട്ടിയിട്ടില്ല. കണ്ടില്ലേ? വഫിൽ അവ്വലി, ആദ്യത്തേത് ഏതാ? ആദ്യത്തെ മസല അനി അൽ മുരീദ സുമ്മൽ മുദ്ഖില. ഏത്? മുരീദ് മുദ്ഖിൽ അവൽ. ഇംകാനുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല. മുരീദ് മുദ്ഖിൽ, ഇറാദത്ത് വെച്ചതെന്ന് വേറെ, തിരികെ കയറ്റിയത് വേറെ. ആ മസലയിലുണ്ട്. ഏത് കൈതോട് കൂടിയല്ല? ബിലാ കൈദി ഇംകാനി മാറാദഹു ഈനൽ മുജാവസ. ഇറാദത്ത് വെച്ചതെന്ന് വേറെ, തിരികെ കയറ്റിയത് പിന്നീട്. അവിടെ ഇസ്കാലുൻ എന്തുണ്ട്? അജബ്തു അൻഹു. ആ ഇസ്കാലിനെ തൊട്ട് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഹാശിയത്തുൽ ഇലാഹി. അധികം പഠിക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി എടുത്ത് പഠിച്ചോന്ന റെഫറൻസ്. അങ്ങോട്ട് വിടെ പിസിജന്റെ അടുത്ത് പോയിട്ട് വാന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കുന്നത്. ഹാശിയത്തുൽ ഇലാഹി പഠിക്കും. അതല്ലേ വളരെയധികം വത്താക്കിയത്. വെറും ഹജ്ജിന് മാത്രം തന്നെ പറഞ്ഞിട്ടില്ലേ? ഇലാഹിന്റെ ഹാശിയ ഹാസിലു ആ ടോട്ടൽ എന്ന് പറഞ്ഞേ. അന്നഹു മതാക്കരമാനവാഹു ഇന്ദൽ മുജാവസത്തി. വിട്ടുകിടക്കുന്ന നേരത്ത് അവൻ ഉദ്ദേശിച്ചത് അവൻ നിർത്തിവെച്ചു. എന്തിനാ നിർത്തിവെച്ചത്? അന്നേരം ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട്. അടുത്ത വർഷമാണ് ഹജ്ജാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഹജ്ജാണ് പറഞ്ഞത്. എന്ത് കഴിയില്ല? ഇപ്പോ ഹജ്ജിന്റെ ഏറാം കെട്ടാൻ കഴിയില്ല. ഷബാലല്ല, ദുൽഖഅദല്ല, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 അല്ല. അതുകൊണ്ട് മാത്രമാണ് ഇവിടുന്ന് പിരിയേണ്ടി വന്നത്. എന്നാൽ ഏതുപോലെ ഖിറാനിന് വേണ്ടി വച്ച് ഖബലാശ്വരിൽ ഹജ്ജി, ഖബലാശ്വരിൽ ഹജ്ജി, ഹജ്ജിന്റെ മാസം പറഞ്ഞ ഷബാല് വർക്കണ്ടേ? ഈ സൂറത്തില, നമ്മുടെ സൂറത്തിൽ. ഏത് സൂറത്ത്? മുരീദും മുദ്ഖിലുമായത്. മുരീദും മുദ്ഖിലും എന്ന് പറഞ്ഞാല് സ്റ്റേഷനിലെത്തുമ്പോ ഹജ്ജ് മാസം പറഞ്ഞിട്ടില്ല. അവൻ ഇറാദത്ത് വെച്ചത് എന്തിനാണ്? ഉംറക്ക്. പിന്നെ ആശ വന്നതാണ് ഇടയിൽ വെച്ചിട്ട്. ഖിറാനായി മാറിയില്ലേ? അവിടെ ഫലാദമ നയാ പൈസയും കൊടുക്കണ്ട, നല്ലത് വിൽക്കാൻ പോ. ഇംകാൻ ഉണ്ടായിട്ട് രണ്ടും കൂടെ ചെയ്യാണ്ട് ഇവിടുന്ന് പിരിഞ്ഞാലാണ് ടാക്സ് മുറിക്കുന്നത്. നീ എന്തിന് മീഖാത്തിനെ പറ്റിച്ചത്? എന്തിന്? നിന്റെ ഹൃദയത്തിൽ രണ്ടും കെട്ടാൻ അവകാശമില്ലേ? എന്താ രണ്ടും കൂടി കെട്ടിക്കൂടെ ഇടുന്നു? ഇംകാനില്ലേ? ഇംകാനുള്ളടത്ത് എന്ന് പറഞ്ഞാൽ രണ്ടിനും കെട്ടാൻ ഇംകാനുണ്ട്. ഒരിക്കൽ ഖിറാനായിട്ടാ വേണ്ടത് പോലും, വെറും ഉംറയല്ല പോലും വേണ്ടത്. പിന്നെ ഇങ്ങനെ പിന്നെ ഉംറക്ക് മാത്രം കെട്ടിയത് അല്ലേ? ലഹു, അവന് ഇഹ്റാമിനെ പിന്തിക്കൽ മാനിയത്തിഹി, അവൻ ആശ വെച്ചതോടുകൂടി വഇംകാനിഹി തഖ്സീറുൻ അയ്യു തഖ്സീർ, എത്രമാത്രം ന്യൂനതയാണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫലം യസ്ലുഹിൽ ഇദ്ഖാലു ലിറഫ്ഇഹി, പിന്നീട് അവൻ കടത്തിക്കൂട്ടിയില്ലേ വഴിയിൽ വെച്ച്, അത് കൊള്ളൂല. ലിറഫ്ഇഹി, ഏതിനെ ഉയർത്തിക്കളയാൻ? ഈ തെറ്റിനെ ഉയർത്തിക്കളയാൻ ഉപകരിക്കൂല. തെറ്റ് തെറ്റായിട്ട് തന്നെ കിടക്കും. തെറ്റ് തെറ്റായിട്ട് തന്നെ അവിടെ കിടക്കും. അവൻ ചെയ്തത് പാപം തന്നെയാണ്. കണ്ടോ? ബിന്നുസുക്കില്ലതി അറാദഹു വെച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വന്നത്. മറാൻ ബാഷൻ അനി നുശൈലി ഖിലാഫുഹു, ബാഷനെ തൊട്ട് എന്ന് പറഞ്ഞാലേ, ബാഷൻ എന്ന് പറഞ്ഞാലേത്? ഉസ്റൽ കരീം നുശൈലി ഇമാമിന് ഇത് എതിരഭിപ്രായമാണുള്ളത്. ഇവിടെ തക്സീർ ഒന്നും തന്നെ ഇല്ല. അവൻ ഉദ്ദേശിച്ചതിൽ നിന്ന് അല്പം കെട്ടിയാലും മതി, ഒന്നുമില്ലാണ്ട് കായ്വാക്കലെ ബുദ്ധിമുട്ടുള്ളൂ. അതുകൊണ്ടാണ് നിഹായ മുഹരി കൈത് കൊടുക്കാഞ്ഞത്. ബിന്നുസുഖില്ലതി അറാദഹു കൊടുത്തിട്ട് ചർച്ച ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ഇഹ്റാം എടുത്ത് കെട്ടിയാൽ മതി, ആ കൗലനുസരിച്ച് മതി. ഇബ്നു ഹജർ ഹൈതമി അങ്ങനെയല്ലല്ലോ സമർത്ഥിച്ചത്. ശറൽ മുഅദ്ദബിന്റെ പോക്കല്ലേ, അതല്ലേ ഏറ്റവും സുശക്തമായത്. അതനുസരിച്ച് അവൻ കുടുങ്ങിയതാണ്. പിന്നീട് അവൻ കയറ്റി കൂട്ടിയല്ല മക്കയിലെത്തുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും ഈ തെറ്റിൽ നിന്ന് പരിഹാരാവോ? പാമ്പ് കടിച്ചത് പുല്ലിലടിച്ചത് കൊണ്ട് പോകുമോ? ബഷർക്ക് തന്നെ വേണ്ടേ? പതാലിക്ക സ്റ്റേഷൻ കണ്ടാൽ ഏറാ കെട്ടാതെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് ലിൽ ഖബരി സാബിക്ക് നിങ്ങളുടെ കിതാബിൽ 40-ാം പേജിൽ പറഞ്ഞു. സ്റ്റേഷൻ മാറിയിട്ട് പോകാൻ പാടില്ല 40-ാം പേജിൽ പറഞ്ഞിട്ടുണ്ടല്ല, 40-ലുണ്ട്. ഒരുത്തൻ മീഖാത്തിലെത്തിയാൽ വിട്ടുകിടക്കരുത്.
അതാ 40. അമ്മ ഇതാ ജാവസഹു, ഇനി ഒരുത്തൻ വിട്ട് കിടന്നു. എങ്ങനെ? അല്ലാഹുദയിലേക്ക്, എന്തിലേക്ക് തന്നെ തിരിച്ചു വരാം? ഇൻഷാ അല്ലാഹ് ഇപ്പം പോകുന്ന മാത്രമാണ് മുരീദൻ അല്ലാഹുദയിലേക്ക് ഔ ഇലാ മിസ്ലി വസാഫത്തിഹി. എപ്പം മടങ്ങും? ഖബറത്തലബുസി ബിനുസുഖി. എപ്പാന്ന് മടങ്ങി വെത്ത് ഖബറത്തലബുസി. മുരീദൻ അല്ലാഹുദ എന്ന് പറഞ്ഞാൽ 2 രൂപം വരും. ഒന്നിക്കൽ ഇവിടെ വന്ന ശേഷം ഏറാൻ കെട്ടല്, അല്ലെങ്കിൽ അങ്ങനെ ഏറാൻ കെട്ടിയിട്ട് ഇവിടെ വന്നിട്ട് പിന്നെയും പോക്ക്. അപ്പൊ നേരത്തെ ഏറാൻ കെട്ടിയ ആളാവും, നാട്ടിൽ നിന്ന് ഏറാൻ കെട്ടിയ പോലെ. അന്നേരം അഫ്വല് കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ. കുറെ പ്രയാസം അധികം തരണം ചെയ്തു. നാട്ടിൽ നിന്ന് ഏറാൻ കെട്ടി കണ്ണൂരിൽ തന്നെ ഒരാളെന്താക്കി താഴെ തെരുവ് തന്നെ ഏറാൻ കെട്ടിട്ട് പോയി. കുറെ അധികം കെട്ടിയവനായി. അതുകൊണ്ട് ലാഭമൊന്നുമില്ല. റാഫി മാമിന്റെ കണക്കിന് വളരെ മെച്ചാണ്. നേരത്തെ കെട്ടുന്ന അത്ര നല്ലതാന്ന് പോലും. കുറെ അധികം ഡിസ്റ്റൻസ് കിട്ടിയിട്ടില്ലേ. പക്ഷെ നവവി മാം അതെന്താക്കിയിട്ടുണ്ട്, ഛേദിച്ച് കളഞ്ഞിട്ടുണ്ട്. അത് അതിന്റെ സ്ഥലത്ത് നിന്ന് കെട്ടിയാൽ മതി. നേരത്തെ കെട്ടിയാൽ അവാർഡൊന്നും തരാൻ കഴിയില്ല. മീഖാത്ത് മുതൽക്കാണ് അഫ്ളലിയത്ത് വരുന്നത്. അതുപോലെയാവും. എങ്ങനെയായാലും ഇവിടെ മടങ്ങി വരണോ? ആ, ഇവിടെ വന്നിട്ട് കെട്ടലോ അല്ല അങ്ങനെ കെട്ടിയിട്ട് മടങ്ങി വരത്തോ എന്ന് ആയിക്കോട്ടെ. എന്നിട്ടോ ഖബറത്തലബുസീൻ മടങ്ങി വരത്ത് ഫീ തിൽക സന അല്ലത്തി അറാദ നുസ്ക ഫീഹാ ഔദ് തലബുസ് ഫീ തിൽക സന. എന്നാലോ 5 ആണെങ്കിൽ ഇതേ കൊല്ലം തന്നെ മടങ്ങി വരും. ഫഇന്നഹു ലാ യസ്മു ബിൽ മുജാവസത്തി ഇൻ ആദ. എന്താ മടങ്ങി വന്നാലാണ് തെറ്റില്ല എന്ന് പറയുന്നത്. തീരുമാനിച്ചാലും പോരാ, അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണോ. ഇന്നാദ ലിഅന്ന ഹുക്മൽ ഇസാഅത്തി ഇസ്തഫാ ബിഅൗദിഹി വതൗബതിഹി. എന്താണ്? ലിഅന്ന ഹുക്മൽ ഇസാഅത്തി ഇസ്തഫാ ബിഅൗദിഹി വതൗബതിഹി. തിരിച്ചു വന്നപ്പോൾ എന്താണ്? ലിഅന്ന ഹുക്മൽ ഇസാഅത്തി, ഇസാഅത്തിന്റെ വിധി ഇർതഫഅ ഉയർന്നു, ബിഅൗദിഹി വതൗബതിഹി. പിന്നെ എപ്പോഴാണ് കുറ്റം ബാക്കിയാകുന്നത്? ബിഖിലാഫി മാ ഇദാ ലം യഉദ്. അവ കുറ്റത്തിൽ തന്നെ പെടുന്നത് എപ്പോഴാണ്? മടങ്ങിയിട്ടില്ലെങ്കിൽ. വബിഹാദാ, ഈ 2 സൈസ് കൊണ്ട് ഇവിടെ പറഞ്ഞില്ലേ, കുറ്റത്തിൽ പെടുന്ന കൈഫിയത്തും പെടാതെ കൈഫിയത്തും. ജമാഅൽ അദ്റൈയു, ഇമാം അദ്റൈ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുമിച്ച് കൂട്ടി. ബൈന ഖൗലി ജംഇൻ, ഒരു ജമ്മിന്റെ ഖൗലിന്റെ ഇടയിൽ. എന്താ ആ ജമ്മു പറഞ്ഞത്? ലാ തഹ്റുമുൽ മുജാവസത്തു ബിനിയ്യത്തിൽ ഔദി. എന്താ എന്ന് പറഞ്ഞല്ലോ. വിട്ടുകിടക്കല് ഹറാമൊന്നും ഇല്ല. അതെപ്പോഴാണ്? അല്ല, നിയത്തുണ്ടല്ലോ. അദ്റൈ ഇമാമ് 2ഉം വൈരുദ്ധ്യം തീർത്തു. ഒരു ജമ്മ പറഞ്ഞ പോലെ ലാ തഹ്റുമുൽ മുജാവസത്തു ബിനിയ്യത്തിൽ ഔദി. അത് എവിടെയാണ്? വന്നോനിക്കാണ്. അത് വന്നിട്ടുണ്ടെങ്കിലാ വിട്ടുകിടക്കൽ ഹറാമ് വരുമ്പോഴും അതായിരിക്കും വരാത്തവർക്ക്. അങ്ങനെ സൂക്ഷിച്ച് പറഞ്ഞാൽ മതി. അവിടെ ഒന്ന് ചെറുവാനി ഒന്ന് ശരിയാക്കിയാൽ മതി. ബൈന ഖൗലി ജംഇൻ ലാ തഹ്റുമു ഒന്ന് ശരിയാക്കി. അതെ, ഇത്ലാഖിൽ തന്നെ ഈ ഖൗൽ ചുമത്തിക്കൂടെ? ഇവിടുന്ന് തീരുമാനിച്ചാൽ തന്നെ ഹറാമിയത്തില്ല എന്നല്ലേ പറയേണ്ടത്. നിങ്ങൾ എന്താ പറയുന്നു? ഇവിടുന്ന് തീരുമാനിച്ചാലും പോലെ പോലും മടങ്ങി വന്നെങ്കിലേ ഹറാമിയത്ത് പോവുള്ളൂ. ഇത്ലാഖിൽ അസ്ഹാബ് നേരെ തന്നെ വെച്ചൂടെ? അല്ലേ? എന്നിട്ടോ ഓന് ഏറാൻ കെട്ടി മടങ്ങി വന്നിട്ടില്ല എന്നാ അവിടെ മുതൽക്ക് കുറ്റം തുടങ്ങി. ഇങ്ങനെയല്ല ഉണ്ട്. ഇനി വഖൗലുഹും അല്ലാത്തി പറഞ്ഞോ. 45-ാം പേജാണ് വഖൗലുഹും അല്ലാത്തി എന്ന് പറഞ്ഞാൽ 45-ലുണ്ട് ആ സ്റ്റേറ്റ്മെന്റ്. അവിടെ നോക്കിയാലേ അർത്ഥം മനസ്സിലാവുള്ളൂ. ആത്തിയായ കൗലി എന്താണ്? ആത്തിയായ കൗലി 45-ലുണ്ട്. അടുത്ത സ്റ്റോപ്പിൽ അടുത്ത മണിക്കൽ തന്നെ കാണും. യജൂസുൽ ഇഹ്റാമു മിൻ മക്ക. അടുത്ത സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണോ? അപ്പം ബില്ലുംറ ഇടിയും കൊടുക്കണമല്ലോ. അടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഉള്ളതായ ഒന്ന് യജൂസുൽ ഇഹ്റാം ബില്ലുംറ എന്ന് തിരികെ കയറ്റി. ബില്ലുംറ എന്ന് പറഞ്ഞിട്ടില്ലേ? അല്ലേ?